ദേ സോഷ്യൽ മീഡിയ പൊങ്കാല പുകഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടിയുമായി വന്നിട്ടുണ്ട്. എരണം കെട്ടവൻ നാടു ഭരിച്ചാൽ നാടു മുടിയോന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഇപ്പോ ചോദ്യത്തിനുള്ള മറുപടി കേട്ടെ. ഇപ്പൊ ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. അയ്യോ ആണോ മാനെ? പ്രതിപക്ഷത്തിരുന്നപ്പോ പറഞ്ഞതോ? അങ്ങനെയാണോ ജാതീയമായിട്ടുള്ള മറുപടികൾ പറയുന്നത്? നിപ്പ AK ആന്റണിയും കരുണാകരനും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോ എന്തേ ഇവിടെ വരാത്തത്? അപ്പോ മനസ്സിലായില്ലേ, എരണം കെട്ടവ ഇരുന്ന ഇതൊക്കെ വരുമെന്ന്. അപ്പോ ആ വെടി സ്വന്തം ആസനത്തിൽ വന്ന് കയറിയപ്പോഴുള്ള മറുപടിയാണ് ഇപ്പോ ഈ കസേരയ്ക്ക് അത് ബാധകമല്ലത്രേ. എങ്ങനുണ്ട്? ഇതാണ് ദ റിയൽ ടീംസ് എന്ന് പറയുന്നത്. നാക്കുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, കാര്യം പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ അവസരങ്ങളാണ്. അത് കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു പ്രതിസന്ധി വരികയാണ്. കാര്യം കാട്ടിൽ നിന്ന് ആന ഇറങ്ങി ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നു. അതിന് ഈ നാട് ആര് ഭരിച്ചാലും സംഭവിക്കാവുന്ന കാര്യമാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം സന്ദേശ സിനിമയിൽ ഡെഡ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അവസരമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന രോഗങ്ങൾ, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളോട് നിന്ന് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ തരണം ചെയ്യാൻ ഒരു വലിയ വിഭാഗം കഷ്ടപ്പെടുമ്പോൾ ഉളുപ്പില്ലാതെ ചെന്ന് അവരുടെ ഉള്ളിൽ ആശങ്ക സൃഷ്ടിക്കാൻ, ഇല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ജനങ്ങളുടെ മുന്നിൽ പരിഹസിക്കാൻ, അപമാനിക്കാൻ, അധിക്ഷേപിക്കാൻ, എരണം കെട്ടവനെന്നും അത് ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് 4 കയ്യടി വാങ്ങിച്ചതിന് ശേഷം ആന്റണിയും ഉമ്മൻചാണ്ടിയും കരുണാകരൻ ഭരിച്ചാൽ ഇവിടെ നിപ്പ വരില്ല, അത് പിണറായി ഭരിച്ചത് കൊണ്ടാണ് വരുന്നത്. കാര്യം പിണറായി എന്ന് പറഞ്ഞാൽ കോരന്റെ മോനായിരുന്നു. ഇപ്പൊ അതെ തറവാട്ടിൽ പിറന്ന കരുണാകരന്റെ മോൻ വന്നിരുന്നു, നിപ്പ വന്നു. അപ്പോ നല്ല 916 എരണം കെട്ടവൻ ആരായിരിക്കണം? നിങ്ങൾ തന്നെ പറ. ഇത് നമ്മൾ മന്ത്രിയെ പരിഹസിക്കാൻ പറയുന്നതല്ല, മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ആവർത്തിക്കുക മാത്രമാണ്. പണ്ട് കാലത്ത് എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ് എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. കേട്ടല്ലോ, നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ നിപ്പ എന്ന മാരകമായ രോഗത്തെ ചെറുക്കാൻ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യമന്ത്രി, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുമ്പോഴാണ് ഈ ഊളവാചകം അടിച്ചെന്ന് കയ്യടി നേടിയത്. ആ ഊളവാചകം കാലം തിരിച്ചു മറുപടിയായിട്ട് സ്വന്തം ആസനത്തിൽ കൊടുക്കുകയാണ്. എങ്ങനെ? എരണം കെട്ടവൻ ഭരിച്ചാലേ നിപ്പ വരൂ എന്ന് പറയുമ്പോൾ ഒരു എരണം കെട്ട വ്യക്തി ആണോ ഇപ്പോ ആരോഗ്യമന്ത്രിയുടെ സീറ്റിൽ ഇരിക്കുന്നത് എന്ന ചോദ്യം വന്നപ്പോഴുള്ള ആ മറുപടി ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കണം. ഇപ്പൊ ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. കേട്ടല്ലോ, ഇതാണ് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നമ്മൾ 2 പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഡയലോഗ് അടിച്ചാൽ പണ്ടത്തെ കാലമല്ല, അത് ബൂമറാങ് പോലെ തന്നെ വന്ന് ആസനത്തിൽ ഇരിക്കുമെന്ന് മുരളീധരനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസുകാർ പാഠം പഠിച്ചോളൂ. തുടക്കത്തിൽ കിട്ടിയതാണ്, പറഞ്ഞതെല്ലാം പെൻഡിങ് ആണ്. ഇനിയിപ്പോ ഓരോന്നിനും ഒന്നും മറുപടിയല്ല, പഴയതെടുത്ത് പ്ലേ ചെയ്യുന്ന ജോലിയുള്ളൂ. അങ്ങനെ പ്ലേ ചെയ്ത് യഥാർത്ഥ ഡയലോഗ് അടിക്കാരാണ്, യഥാർത്ഥ കഴിവ് കെട്ടവരാരാണെന്ന് വരും ദിവസങ്ങളിൽ നാട്ടുകാർ തിരിച്ചറിയാൻ പോവുകയാണ്.